ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പൊ നമ്മള് ജലിതയും മക്കളും എന്നുള്ള പാഠം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്കതൊന്ന് വായിക്കാം അല്ലെ? സ്റ്റാർട്ട് ചെയ്തോ. മിസ്റ്റീസിൻഡോ ഒന്ന് വായിച്ചു. പാഠം 10 ജലിതയും മക്കളും. യമുനാ നദിയുടെ പാണ്ഡവർ എന്നൊരു മഹാവനം. വനത്തിലൊരു മരത്തിൽ മന്ദബാന്ധൻ എന്നൊരു ആൺകിളിയും ജർജ എന്നൊരു പെണ്ണ് കെട്ടിപ്പാർത്തിരുന്നു. ആ കിളികൾക്ക് ചിറക് മുളയ്ക്കാത്ത 4 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ അർജുനും തേരാളിയായ ശ്രീകൃഷ്ണനും കൂടി പാണ്ഡവ വനത്തിലെത്തി. കാട്ടിൽ പുതിയൊരു കൊട്ടാരം പണിയണമെന്നായിരുന്നു ഉദ്ദേശം. മരങ്ങളും ചെടികളും നീക്കം ചെയ്യാൻ വേണ്ടി ജോലിക്കാർ കാടിനു തീ കൊടുത്തു. കാട്ടിലാകെ തീയും പുകയും ഉയർന്നു. തീറ്റ തേടിപ്പോയ ജരിത മടങ്ങി എത്തിയപ്പോൾ കാടിന് തീ പിടിച്ചത് കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു. ഉറക്കെ കരിഞ്ഞത് കൊണ്ട് അവൾ തന്റെ കൂട്ടിൽ പാഞ്ഞെത്തി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ അവൾ വാവിട്ടു കരഞ്ഞു. മക്കളെ, ഈ തീയിൽ കത്തിയെരിയും മുമ്പ് നിങ്ങളെ ഞാൻ മരച്ചീട്ടിലെ എരിവാളത്തിൽ ഒളിപ്പിക്കാം. അപ്പോൾ ഒരു കിളി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടമ്മേ വേണ്ട, എലിയുടെ കടിയേറ്റ് മരിക്കുന്നതിനെക്കാട്ടും ഭേദം തീയിൽപ്പെട്ട് മരിക്കുന്നതാണ്. ഞങ്ങളെ രക്ഷിക്കാൻ നോക്കി അമ്മ അപകടത്തിലാകേണ്ട. അമ്മ വേഗം രക്ഷപ്പെട്ടോളൂ. ഇല്ലില്ല, എന്റെ വിട്ട് ഞാനെങ്ങും പോയില്ല, ജരിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യോ അമ്മേ, ഞങ്ങളെ രക്ഷിക്കാനാവില്ല. അമ്മയ്ക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ളതാണ്. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. കുഞ്ഞുങ്ങൾ നിർബന്ധിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ കരൾ പിളരുന്ന സങ്കടത്തോടെ അമ്മ കുഞ്ഞുങ്ങളെ വിട്ട് ക്രിസ്റ്റി. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കട്ടെ? ആരാ? സിനാൻ. ഓക്കെ, സിനാൻ വായിച്ചേ. ടീച്ചർ, ഞാൻ വായിച്ചില്ല. സിനാൻ അൺമ്യൂട്ട് ചെയ്തേ. ഞാൻ വായിച്ചില്ല. നിങ്ങൾ ആരും സംസാരിക്കരുത്, ഞാൻ വായിപ്പിക്കും. ആളിപ്പടർന്ന തീ കണ്ടു ദുഃഖിച്ചു സങ്കടപ്പെട്ടു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദയവുണ്ടാകണേ. ഞങ്ങൾ നിരപരാധികളാണ്. പാവപ്പെട്ട ഞങ്ങളെ രക്ഷിക്കണേ. ആ കിളിക്കുഞ്ഞുങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട് ദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദേവൻ മരത്തിനു ചുറ്റും അദ്ദേഹം ക്ഷേമയും ഒരു വലയം തീർത്തു. ചുറ്റുമുള്ള തീ പെട്ടെന്ന് കടടങ്ങി. തീയും ചൂടും കിളിക്കുഞ്ഞുങ്ങളെ സ്പർശിച്ചതേയില്ല. അങ്ങനെ 4 കിളിക്കുഞ്ഞുങ്ങളും ഒരു അപകടവും കൂടാതെ രക്ഷപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ കാട്ടിലെ തീയെല്ലാം അണഞ്ഞു. ജലിക തന്റെ
മക്കളെ ഓർത്തു കരഞ്ഞുകൊണ്ട് കൂടുണ്ടായിരുന്ന സ്ഥാനത്ത് പറന്നെത്തി. തന്റെ ഓമനകൾക്ക് ഒരപത്തും സംഭവിച്ചില്ലെന്നു കൊണ്ട് ചെയ്ത അത് തേക്കുകയും ദോഷിക്കുകയും ചെയ്തു. അമ്മ അതിദേവൻ ഞങ്ങളെ രക്ഷിച്ചു, കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ മന്ദബാലനും തീറ്റയുമായി പറന്നെത്തി. അവർ സന്തോഷത്തോടെ ഒത്തുചേർന്ന് ജീവിച്ചു. ഒരു മിനിറ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാത്ത ആരാ ഉള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാത്ത വനത്തിൽ ഒരു മരത്തിൽ എന്നൊരു പെൺകിളിയും കൂട് കെട്ടി പാർത്തിരുന്നു. ആ കിളികൾക്ക് ചിറക് മുളയ്ക്കാത്ത 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ അർജുനനും തേരാളിയായ ശ്രീകൃഷ്ണനും ഒരു കാണ്ഡവം വനത്തിലെത്തി. പണിയണം എന്നതായിരുന്നു ഉദ്ദേശ്യം. മരം ചെടികളും നീക്കം ചെയ്യാൻ വേണ്ടി ജോലിക്കാർ കാട്ടിന് തീ കൊളുത്തി. കാട്ടിലാകെ തീയും പുകയും ഉയർന്ന തീറ്റ തേടിപ്പോയ ജരിത മടങ്ങിയെത്തിയപ്പോൾ കാടിനു തീ പിടിച്ചതു കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ തന്റെ കൂട്ടിൽ പാഞ്ഞെത്തി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കുമെന്നറിയാതെ അവൾ വാവിട്ടു കരഞ്ഞു. മക്കളെ, ഈ തീയിൽ കത്തി എരിയും മുമ്പ് നിങ്ങളെ ഞാൻ മരച്ചുവട്ടിലെ എലിമാളത്തിൽ ഒളിപ്പിക്കാം. അപ്പോൾ ഒരു കുഞ്ഞിക്കിളി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടമ്മേ വേണ്ട, എലിയുടെ കടിയേറ്റു മരിക്കുന്നതിലും ഭേദം തീയിൽപ്പെട്ട് മരിക്കുന്നതാണ്. ഞങ്ങളെ രക്ഷിക്കാൻ നോക്കി അമ്മ അപകടത്തിലാകേണ്ട. അമ്മ വേഗം രക്ഷപ്പെട്ടോളൂ. ഇല്ലില്ല, എന്റെ പൊന്നു മക്കളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല, ജരിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നെക്സ്റ്റ് ആരാ വായിക്കാത്താള്? രക്ഷപ്പെടണം, കുഞ്ഞുങ്ങൾ നിർബന്ധിച്ചു. ഒടുവിൽ നിവർത്തിയില്ലാതെ കരൾ പിളരുന്ന സങ്കടത്തോടെ അമ്മ കുഞ്ഞുങ്ങളെ വിട്ടു പറന്നകന്നു. അരക്ഷിതരായ ആ കിളിക്കുഞ്ഞുങ്ങൾ ചുറ്റും പടർന്നെത്തുന്ന തീ കണ്ടു ദുഃഖിച്ചും സങ്കടപ്പെട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഗ്നിദേവ, ദയയുണ്ടാകണേ, ഞങ്ങൾ നിരപരാധികളാണ്, പാവപ്പെട്ട ഞങ്ങളെ രക്ഷിക്കണേ. ആ കിളിക്കുഞ്ഞുങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട് അഗ്നിദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ കിളിക്കൂടിരുന്ന മരത്തിന്റെ ചുറ്റും അദൃശ്യമായ ഒരു രക്ഷാവലയം തീർത്തു. ചുറ്റുമുള്ള തീ പെട്ടെന്ന് കെട്ടടങ്ങി. തീയും ചൂടും കിളിക്കുഞ്ഞുങ്ങളെ സ്പർശിച്ചതേയില്ല. അങ്ങനെ 4 കിളിക്കുഞ്ഞുങ്ങളും ഒരപകടവും കൂടാതെ രക്ഷപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ കാട്ടിലെ തീയെല്ലാം അണഞ്ഞു. ജരിത തന്നെ മക്കളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് കൂടുണ്ടായിരുന്ന സ്ഥാനത്ത് പറന്നെത്തി. തന്റെ ഓമനകൾക്ക് ഒരാപത്തും സംഭവിച്ചില്ല എന്ന് കണ്ട് ജരിത അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. അമ്മേ, അഗ്നിദേവൻ ഞങ്ങളെ രക്ഷിച്ചു, കിളിക്കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ മന്ദബാലനും തീറ്റയുമായി പറന്നെത്തി. അവർ സന്തോഷത്തോടെ ഒത്തുചേർന്ന് ജീവിച്ചു. നെക്സ്റ്റ് ആരാ വായിക്കാനുള്ളത്? വായിക്കാത്തവരാരാ ഉള്ളത്? എബിൻ ബിജു വായിച്ചോ? എബിൻ ബിജു കഴിഞ്ഞ ക്ലാസ്സില് ഈ പാഠം വായിച്ചിട്ടുണ്ടായിരുന്നോ? വായിച്ചില്ലേ? കേൾക്കുന്നില്ലല്ലോ എബിൻ. അപ്പൊ ആരായിരുന്നു? ഒരു മരത്തിൽ
മർദ്ദപാലൻ എന്നൊരു ആൺകിളിയും ജെസിത എന്നൊരു പെൺകിളിയും കൂടുകെട്ടി പാർത്തിരുന്നു. ആ കിളികൾക്ക് മുളയ്ക്കാത്ത 4 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ അർജുനനും തേരാളിയുമായ ശ്രീകൃഷ്ണനും കൂടി കാണ്ഡവ വനത്തിലെത്തി. കാട്ടിൽ പുതിയ ഒരു കൊട്ടാരം പണിയണം എന്നതായിരുന്നു ഉദ്ദേശം. ചെയ്യാൻ വേണ്ടി ജോലിക്കാർ കാടിനു തീ കൊളുത്തി. നാട്ടിലൊക്കെ തീയും പുകയും പടർന്നുയർന്നു. തീറ്റ തേടിപ്പോയ ജെസിത മടങ്ങിയെത്തിയപ്പോൾ കാടിനു തീ പിടിച്ചത് കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ തന്റെ കൂട്ടിലേക്ക് പാഞ്ഞെത്തി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ അവൾ വാവിട്ട് കരഞ്ഞു. മക്കളെ, ഈ തീയിൽ കത്തിയെരിയും മുമ്പ് നിങ്ങളെ ഞാൻ മരച്ചുവട്ടിലെ എലിമാളത്തിൽ ഒളിപ്പിക്കാം. അപ്പോൾ ഒരു കിളിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടമ്മേ വേണ്ട, എല്ലിയുടെ കടിയേറ്റ് മരിക്കുന്നതിനും ഭേദം തീയിൽപ്പെട്ട് മരിക്കുന്നതാണ്. ഞങ്ങളെ രക്ഷിക്കാൻ നോക്കി അമ്മ അപകടത്തിലാകേണ്ട. അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ. ഇല്ലില്ല, എന്റെ പൊന്നുമക്കളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. ജെസിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യോ അമ്മ, ഞങ്ങളെ രക്ഷിക്കാനാവില്ല. അമ്മയ്ക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ ബിൻ. നെക്സ്റ്റ് ആരാ വായിക്കാനുള്ളത്? ഇനി എങ്കിലും രക്ഷപ്പെടണം കുഞ്ഞുങ്ങൾ നിർബന്ധിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ കരൾ പിളരുന്ന സങ്കടത്തോടെ അമ്മ കുഞ്ഞുങ്ങളെ വിട്ട് പറന്നകന്നു. രക്ഷിതരായ ആ കിളി കുഞ്ഞുങ്ങൾ ചുറ്റും ആളിപ്പടർന്ന തീ കണ്ട് ദുഃഖിച്ചും സങ്കടപ്പെട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേവുണ്ടാകണേ, ഞങ്ങളെ നിരപരാധികൾ ആണേ, പാവപ്പെട്ട ഞങ്ങളെ രക്ഷിക്കണേ. ആ കിളിക്കുഞ്ഞുങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട് അഗ്നിദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ കിളിക്കൂടിന് മരത്തിനും ചുറ്റും അദൃശ്യമായ ഒരു രക്ഷാവലയം തീർത്തു. ചുറ്റുമുള്ള തീ പെട്ടെന്ന് കെട്ടടങ്ങി. തീയും ചൂടും കിളിക്കുഞ്ഞുങ്ങൾ സ്പർശിച്ചതേയില്ല. അങ്ങനെ 4 കിളിക്കുഞ്ഞുങ്ങളും ഒരപകടവും കൂടാതെ കുറെ കാട്ടിലെ തീയെല്ലാം അണഞ്ഞു. ദരിദ്ര തന്റെ മക്കളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് കൂടുണ്ടായിരുന്ന സ്ഥലത്തു പറന്നെത്തി. തന്റെ ഓമനകൾക്ക് ആപത്ത് സംഭവിച്ചില്ലെന്ന് കണ്ട് ജെസിത അത്ഭുതപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തു. അമ്മ അഗ്നിദേവൻ ഞങ്ങളെ രക്ഷിച്ചു, കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ നന്ദപാലൻ അവർ സന്തോഷത്തോടെ ഓക്കെ. അപ്പൊ എല്ലാവരും വായിച്ചു, ഇത് ജീവിച്ചു. എല്ലാവരും വായിച്ചില്ലേ? ഇല്ല, ആരും വായിച്ചില്ല. വായിച്ചോ? ഇല്ല. എന്നാ ആരോട് വായിക്കേ? എന്നിട്ട് വേണം നമുക്ക് അടുത്ത പാഠം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വായിച്ചില്ല. 2 പേരും കൂടെ വായിപ്പിക്കും. അപ്പൊ എല്ലാം കംപ്ലീറ്റ് ആയി. യമുന നദിയുടെ തീരത്ത് കാണ്ഡവം എന്നൊരു മഹാവനം ഉണ്ടായിരുന്നു. വനത്തിൽ ഒരു മരത്തിൽ ജെസിത നന്ദപാലൻ എന്ന ആൺകിളിയും. എല്ലാരും മ്യൂട്ട് ചെയ്തേ, ബാക്കിയുള്ള കുട്ടികള്.
ജയിത എന്നൊരു പെൺകിളിയും കൂട് കെട്ടി പാർത്തിരുന്നു. ആ കിളിക്ക് ചിറക് മുളയ്ക്കാത്ത 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ അർജുനനും തേരാളിയായ ശ്രീകൃഷ്ണനും കൂടി ഗാണ്ഡവ വനത്തിലെത്തി. കാട്ടിൽ പുതിയൊരു കൊട്ടാരം പണിയണം എന്നതായിരുന്നു ഉദ്ദേശം. മരങ്ങളും ചെടികളും നീക്കം ചെയ്യാൻ വേണ്ടി ജോലിക്കാർ തീ കൊളുത്തി. കാട്ടിലാകെ തീയും പുകയും പടർന്നുയർന്നു. തീറ്റ തേടി പോയ ജനിത മടങ്ങി എത്തിയപ്പോൾ കാടിനു തീ പിടിച്ചതു കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ തന്റെ കൂട്ടിൽ പറന്നെത്തി. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ അവർ വാവിട്ടു കരഞ്ഞു. മക്കളെ ഈ തീയിൽ കത്തിയെരിയും മുമ്പ് നിങ്ങളെ ഞാൻ മരച്ചുവട്ടിലെ എലിമാളത്തിൽ ഒളിപ്പിക്കാം. അപ്പോൾ ഒരു കിളികുഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടമ്മേ, എലിയുടെ കടിയേറ്റു മരിക്കുന്നതിലും ഭേദം തീയിൽപ്പെട്ട് മരിക്കുന്നതാണ്. ഞങ്ങളെ രക്ഷിക്കാൻ നോക്കി അമ്മ അപകടത്തിലാകേണ്ട. അമ്മ വേഗം രക്ഷപ്പെട്ടു. ഓക്കെ. നെക്സ്റ്റ് ആരാ ഇനി വായിക്കാൻ ഒഴിഞ്ഞത്? വായിക്കാത്ത ആളുള്ളത്? ഓക്കെ, ദേവാഞ്ജനിയാണോ? വായിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഇല്ല അല്ലെ? ഓക്കെ, ദേവാഞ്ജന വായിച്ചോ. ഇല്ല, എന്റെ പൊന്നുമക്കളെ വീട്ടിൽ ഞാൻ എങ്ങും പോവില്ല. ജയിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യോ അമ്മേ, ഞങ്ങളെ രക്ഷിക്കാനാവില്ല. അമ്മയ്ക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാകാനുള്ളതാണ്. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോണം. കുഞ്ഞുങ്ങൾ നിർബന്ധിച്ചു. ഒടുവിൽ നിവർത്തിയില്ലാതെ കയർ പിളരുന്ന സങ്കടത്തോടെ അമ്മ കുഞ്ഞുങ്ങളെ വിട്ട് പറന്നകന്നു. അരക്ഷിതരായ ആ കിളിക്കുഞ്ഞുങ്ങൾ ചുറ്റും ആളിപ്പടർന്നെത്തുന്ന തീ കണ്ട് ദുഃഖിച്ചും സങ്കടപ്പെട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അഗ്നിദേവ, ദയവുണ്ടാക്കണേ, ഞങ്ങൾ നിരപരാധികളാണ്. പാവപ്പെട്ട ഞങ്ങളെ രക്ഷിക്കണേ. ആ കിളിക്കുഞ്ഞുങ്ങളുടെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട് അഗ്നിദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ കിളിക്കൂടിയിരിക്കുന്ന മരത്തിന് ചുറ്റും അദൃശ്യമായ ഒരു രക്ഷാവലയം തീർത്തു. ചുറ്റുമുള്ള തീ പെട്ടെന്ന് കെട്ടടങ്ങി. തീയും ചൂടും കിളിക്കുഞ്ഞുങ്ങളെ സ്പർശിച്ചതേയില്ല. അങ്ങനെ 4 കിളിക്കുഞ്ഞുങ്ങളും ഒരപകടവും കൂടാതെ രക്ഷപ്പെട്ടു. കുറെ കഴിഞ്ഞപ്പോൾ കാട്ടിലെ തീയെല്ലാം അണഞ്ഞു. ജയിത തന്റെ മക്കളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്ന സ്ഥാനത്ത് പറന്നെത്തി. തന്റെ ഓമനകൾക്ക് ഒരാപത്തും സംഭവിച്ചില്ലെന്ന് കണ്ട് ജയിത അത്ഭുതപ്പെട്ടുകയും സന്തോഷിക്കുകയും ചെയ്തു. അമ്മേ, അഗ്നിദേവൻ ഞങ്ങളെ രക്ഷിച്ചു, കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ മന്ദപാലനും തീറ്റയുമായി പറന്നെത്തി. അവർ സന്തോഷത്തോടെ ഒത്തുചേർന്ന് ജീവിച്ചു. അപ്പോ ആ പാഠം നമുക്ക് ഫിനിഷ് ആയേ. അപ്പൊ അടുത്തത്
അടുത്ത പാഠം നമുക്ക് ഏതാ? പാഠം 11 ഏതാണ്? അമ്മ മലയാളം അല്ലെ? എന്താണ്? ഓക്കെ, അമ്മ മലയാളം. പാഠത്തിന്റെ പേരെന്താണ്? അമ്മ മലയാളം. അപ്പൊ മലയാളത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? മലയാളം എന്താണ്? മലയാളം നമ്മുടെ ഓക്കെ ഓക്കെ, എന്ത് ക്വസ്റ്റ്യൻസ് മിസ് എഴുതി സെൻഡ് ചെയ്ത് തരും. ഓക്കെ, ഇപ്പൊ എന്നാ പറഞ്ഞ മലയാളം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മാതൃഭാഷയാണ്. ഏത്? മലയാളം. നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. മലയാളം സംസാരിക്കുന്നവരായതുകൊണ്ടാണ് നമ്മൾ മലയാളികൾ എന്ന് അറിയപ്പെടുന്നത് അല്ലെ? തമിഴ് സംസാരിക്കുന്നവരാരാ? തമിഴർ അല്ലെ? അപ്പൊ മലയാളികളിൽ നമ്മൾ എന്തുകൊണ്ടായത്? മലയാളം സംസാരിക്കുന്നവര്, മലയാളം പറയുന്നവരാണ് മലയാളികൾ. നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. അപ്പോ നമ്മുടെ അമ്മ മലയാളം എന്നാ പറയുന്നത് അല്ലെ? നമ്മൾ എങ്ങനെയാണോ അമ്മയെ സ്നേഹിക്കുന്നത് അല്ലെ? നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ വേണ്ടപ്പെട്ടത് ആരാ? അമ്മയാണ് അല്ലെ? നമ്മളെ പെറ്റ് നമ്മളെ വളർത്തുന്നവര്, പോറ്റി പെറ്റ് സ്നേഹത്തോടെ പോറ്റുന്ന ആളാണ് ആര്? അമ്മ അല്ലെ? അമ്മയാണ് ഏറ്റവും പവിത്രമായ ബന്ധം. അതുപോലെ തന്നെയാണ് നമ്മുടെ മാതൃഭാഷ എന്നാണ് പറയുന്നത് അല്ലെ? അപ്പോ അമ്മ മലയാളം, അതാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. അപ്പൊ മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളം പറയുന്നവരാണ് അല്ലെ? മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷയാണ്. ഓക്കെ, നമ്മുടെ രാഷ്ട്രഭാഷ ഏതാണ്? ഓക്കെ, ഹിന്ദിയാണ് നമ്മുടെ രാഷ്ട്രഭാഷ അല്ലെ? അപ്പൊ നമ്മുടെ മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയാണ്, നമ്മുടെ മലയാളികളാണ് അല്ലെ? ഓക്കെ, അപ്പോ നമുക്ക് മലയാള ഭാഷയെ പറ്റി, അതായത് അമ്മ മലയാളം എന്നാണ് നമ്മുടെ പാഠത്തിന്റെ പേര്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. പേജ് നമ്പർ 43. ഓൾ ഓഫ് യു ലിസൺ. ഓക്കെ, ഞാൻ വായിക്കാവുന്നേ, ശ്രദ്ധിക്കണേ. മധുരം മധുരം മലയാളം, മധുമയമാകും മലയാളം, മലയാളത്തിൻ മധുനുകരാം, മാനം മുട്ടെ വളർന്നീടാം. 4 ലൈനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ത്? മധുരം മധുരം മലയാളം, മധുമയമാകും മലയാളം, മലയാളത്തിൻ മധുനുകരാം, മാനം മുട്ടെ വളർന്നീടാം. അപ്പൊ നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ മിസ് ഒന്ന് വായിക്കണം. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ കുറിച്ച് ഒരു കവി പാടിയത് ഇങ്ങനെയാണ്. നമ്മുടെ അമ്മയെ നാം എത്രമേൽ സ്നേഹിക്കുന്നു അല്ലേ? നമ്മെ പ്രസവിച്ച് പാലൂട്ടി താരാട്ടി ചോറൂട്ടി വളർത്തുന്ന അമ്മ അല്ലേ? അമ്മേനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പൊ നമ്മെ പ്രസവിച്ച് പാലൂട്ടി താരാട്ടി ചോറൂട്ടി വളർത്തുന്ന അമ്മ. അമ്മയെ പോലെ തന്നെയാണ് നമുക്ക് അമ്മ പറയുന്ന ഭാഷ, നാം ആദ്യം കേൾക്കുന്ന ഭാഷ, ആദ്യം പറയുന്ന ഭാഷ, അതാണ് നമ്മുടെ മാതൃഭാഷ. മാതൃഭാഷ എന്നാൽ മാതാവിന്റെ ഭാഷ എന്നാണ് അർത്ഥം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ മുലപ്പാല് പോലെ പ്രധാനമാണ് അവന്റെ മാതൃഭാഷ. മലയാളം മാതൃഭാഷ ആവുന്നത് കൊണ്ടാണ് കേരളീയരെ മലയാളികൾ എന്ന് വിളിക്കുന്നത്. മനോഹരമാണ് നമ്മുടെ ഭാഷ. എത്രയെത്ര മഹത്തായ പാട്ടുകളും കവിതകളും കഥകളും നമ്മുടെ ഭാഷയിലുണ്ടെന്നോ. തപ്പോ തപ്പോ തപ്പാണി തപ്പുകുടുക്കേൽ എന്തുണ്ട്, നാഴേരി പഴേരി ചോറുണ്ട്, നാരായണൻ വച്ച കറിയുണ്ട്. ഇതുപോലുള്ള ആയിരക്കണക്കിന് നാടൻ പാട്ടുകൾ നമുക്കുണ്ട്. ഇത്തരം പാട്ടുകൾ നിങ്ങൾ താളമിട്ട് പാടി നോക്കൂ, എന്ത് രസമാണെന്നോ. കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്നാരംഭിക്കുന്ന കവിതയും മലരണി തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി എന്ന സംഘമുഴ കവിതയും. മരതകാന്തി മുങ്ങി മുങ്ങി കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ, അതിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇല്ലിമുളം കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ തെന്നലേ എന്നുള്ള ശ്രുതിമധുരമായ ഗാനവും ഒക്കെ മലയാള ഭാഷയെ സമ്പന്നമാക്കുന്നു. മലയാള ഭാഷയുടെ പിതാവ് എന്ന ബഹുമതി നൽകി നാം ആദരിക്കുന്ന കവി ശ്രേഷ്ഠനാണ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അല്ലെ? മലയാളത്തിന് കെട്ടുറപ്പും സൗന്ദര്യവുമുള്ള ഒരു ഭാഷാശൈലി സമ്മാനിച്ചത് എഴുത്തച്ഛനാണ്. അദ്ദേഹത്തിന്റെ ആധ്യാത്മ രാമായണം, മഹാഭാരതം എന്നീ കിളിപ്പാട്ടുകൾ വളരെ പ്രസിദ്ധമാണ്. തുള്ളൽ പാട്ടുകൾ എഴുതി മലയാളികളെ ചരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മഹാകവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ശ്രീകൃഷ്ണന്റെ ജീവിതകഥ വിവരിക്കുന്ന കൃഷ്ണഗാഥ എന്ന ഒരൊറ്റ കൃതിയിലൂടെ ഇന്നും നാം ഓർമ്മിക്കുന്ന കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി.
ഓട്ടംതുള്ളൽ ഉണ്ടായതിനെ കുറിച്ചും കൃഷ്ണഗാഥ രചിക്കാൻ ഇടയായതിനെ കുറിച്ചുമുള്ള ഐതിഹ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഭാഷയുടെ വളർച്ചയിൽ ചില ക്രിസ്ത്യൻ മിഷണറിമാരും പങ്കുവഹിച്ചിട്ടുണ്ട്. ഹെർമൻ ഗുണ്ടട്ട്, ആർണോൾഡ് പാതിരി എന്നിവർ അവരിൽ പ്രമുഖരാണ്. ബുദ്ധി വളർത്തുന്ന കടങ്കഥകളും ചിന്തിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകളുമെല്ലാം കൈരളി നമുക്ക് തന്ന അമൂല്യ രത്നങ്ങളാണ്. അവ ശേഖരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഭാഷാപരമായ അറിവിനും വിനോദത്തിനും വളരെ നല്ലതാണ്. നാം നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ മാതൃഭാഷയെ സ്നേഹിക്കണം. മാതൃഭാഷ നന്നായി അറിയുന്നവർക്ക് മറ്റു ഭാഷകളും വിഷയങ്ങളും നന്നായി പറയാൻ പറ്റും. മലയാളം നന്നായി പഠിക്കാതെ നാം മലയാളികൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മാതൃഭാഷ പഠിക്കുന്നതും പറയുന്നതും കുറച്ചിലാണെന്ന ധാരണ ചിലർക്കുണ്ട്. ഇത് ശരിയായ ചിന്തയല്ലല്ലോ. മാതാവിനെ സ്നേഹിക്കുന്നവൻ മാതൃഭാഷയെയും സ്നേഹിക്കും. മാതാവിനെയും മാതൃഭാഷയെയും സ്നേഹിക്കുന്നവൻ രാജ്യത്തെയും ഭൂമിയെയും സ്നേഹിക്കും. മനസ്സിൽ നന്മയുള്ളവനായി വളരുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ മലയാളത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി അല്ലേ? അപ്പോ അമ്മയെ പോലെ നമ്മൾ സ്നേഹിക്കേണ്ടതാണ് മാതൃഭാഷ എന്ന് മനസ്സിലായി അല്ലേ? മാതാവിന്റെ ഭാഷയാണ് മാതൃഭാഷ അല്ലെ? നമ്മുടെ മാതൃഭാഷയാണ് മലയാളം അല്ലെ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണെന്ന് മനസ്സിലായോ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എഴുത്തച്ഛൻ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? കവിത്രയങ്ങൾ, ത്രയം എന്ന് പറഞ്ഞ ആരാ? ഓക്കെ, ആദിദേവ് കവി നോക്കുന്നുണ്ട് അല്ലെ? ആദിദേവ് ആ ചെറുശ്ശേരി ത്രയം എന്ന് പറഞ്ഞ 3 എന്നാണ് അർത്ഥം അല്ലെ? ദ്വയം ത്രയം. ദ്വയം എന്ന് പറഞ്ഞ എത്രയാ? 2 അല്ലെ? അപ്പോ ഏകം ദ്വയം ത്രയം അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ത്രയം എന്ന് പറഞ്ഞ 3 എന്നാണ് അർത്ഥം. അപ്പൊ കവിത്രയം, കവി 3 പേരുണ്ടെന്ന് അർത്ഥം അല്ലെ? കവിത്രയങ്ങളെ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ അല്ലെ? അപ്പോ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് എഴുത്തച്ഛൻ അറിയപ്പെടുന്നത് അല്ലെ? എഴുത്തച്ഛന്റെ ഫുൾ നെയിം എന്താണ്? പൂർണ്ണമായ നാമാണ് എന്ത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അല്ലെ? എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് കേട്ടോ. മലയാള ഭാഷയുടെ പിതാവ്. അപ്പോ കുഞ്ചൻ നമ്പ്യാർ നിങ്ങൾക്ക് അറിയോ? കുഞ്ചൻ നമ്പ്യാർ കേട്ടിട്ടുണ്ടോ? എഴുതിയാണല്ലേ കുഞ്ചൻ നമ്പ്യാർ? ആരോ ഒരാൾ അൺമ്യൂട്ടാണല്ലോ. അപ്പോ മലയാള ഭാഷയുടെ പ്രസക്തിയെ പറ്റിയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കുന്നത് അല്ലെ? അമ്മ മലയാളം എന്നാണ് പാഠത്തിന്റെ പേര്. അപ്പോ ആദ്യം തന്നെ എന്താ പറഞ്ഞത്? മധുരം മധുരം മലയാളം. ടെക്സ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? മധുരാണ് അല്ലെ? കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതാണ്? കയ്പാണോ എല്ലാവർക്കും ഇഷ്ടം അല്ലെ? മധുരമുള്ള മുട്ടായിയാണ് എല്ലാവർക്കും. ചോക്ലേറ്റ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലെ? അപ്പൊ മധുരം മധുരം മലയാളം, മധുമയമാകും മലയാളം, മലയാളത്തിൻ മധുനുകരാം, മാനം മുട്ടെ വളർന്നില്ല. ആദ്യത്തെ 4 ലൈനില് എന്താ പറയുന്നത്? മധു. മധു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം അറിയോ നിങ്ങൾക്ക്? മധു പേര് കേട്ടിട്ടുണ്ട് അല്ലെ? മധു തേൻ എന്നാണ് അർത്ഥം. മധു അല്ലെ? മധുരം. തേൻ എങ്ങനെയാ? മധുരാണോ കയ്പാണോ തേന്? ഓക്കെ, വളരെ മധുരമുള്ള സാധനമാണ് അല്ലെ തേൻ. അപ്പോ മധുരം 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 ആദ്യത്തെ ലൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മധുരം മധുരം മലയാളം. മലയാളം എങ്ങനെയാ? മധുരം ഉള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ മധുമയമാകും മലയാളം അല്ലെ? തേൻ പോലെ അത്രയും രുചിയുള്ളതാണ്. പിന്നെയോ മലയാളത്തിന്റെ മധു നുകരാം, മലയാളത്തിന്റെ തേൻ നുകരാം. പിന്നെയോ മാനം മുട്ടെ വളർന്നിടാം. അപ്പോ മലയാള ഭാഷ അറിയാം, മാനം മുട്ടെ വളർന്നിടാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ വൃത്തിയെടുക്കാം. നമുക്ക് ഒന്നുകൂടി ഇത് പഠിപ്പിക്കും. അല്ല, ആദ്യത്തെ ഇപ്പൊ ജസ്റ്റ് ലാസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞാണ്. അപ്പോ ആദ്യത്തെ 4 ലൈനേ പറഞ്ഞുള്ളൂ. മധുരം മധുരം മലയാളം, മധുമയമാകും മലയാളം, മലയാളത്തിൻ മധുനുകരാം, മാനം മുട്ടെ വളർന്നിടാം. ഓക്കെ, എന്താണ്?
ആരും എന്തോ ചോദിച്ചല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ കുറിച്ച് ഒരു കവി പാടിയതാണ് ഇത് അല്ലെ. എന്ത്? മധുരം മധുരം മലയാളം, മധുമയമാകും മലയാളം, മലയാളത്തിൻ മധുനുകരാം മാനം മുട്ടെ വളർന്നിടാം. അല്ലെ? നല്ല ലൈൻ, നല്ല 4 ലൈൻ. നമ്മുടെ അമ്മയെ നാം എത്രമേൽ, എന്താണ് പറയുന്നത്? നമ്മുടെ അമ്മയെ നാം എത്രമേൽ സ്നേഹിക്കുന്നു അതുപോലെ തന്നെയാണ്. എങ്ങനെ അല്ലേ? നമ്മൾ സ്നേഹിക്കാറില്ല എല്ലാരും? ആർക്കും ഇല്ല അമ്മയോട് സ്നേഹമാണ്? ഉണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയെ സ്നേഹിക്കുന്നത്? നമുക്ക് ഏറ്റവും സ്നേഹം തരുന്ന ആളാണ് അല്ലേ? എന്തൊക്കെയാ നമുക്ക് തന്നെ? നമ്മെ പ്രസവിച്ച് പാലൂട്ടിയല്ലേ, പാലമ്മിഞ്ഞ പാലൊക്കെ തന്ന്, പിന്നെയോ താരാട്ടി പാട്ടുപാടി ഉറക്കി ചോറൂട്ടി വളർത്തിയ അമ്മയാണ് അല്ലേ. അമ്മയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അല്ലെ? അമ്മയെ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പോ ആ അമ്മയെ പോലെയാണ് മലയാളം എന്നാണ് കവി ചുരുക്കത്തിൽ പറഞ്ഞത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. 1 മിനിറ്റേ ഉള്ളൂ, ഏകദേശം ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. ഓക്കെ, ബൈ. അപ്പൊ ഓർമ്മിക്കണം, അടുത്ത ക്ലാസ്സിൽ എക്സാം ഉണ്ട്. എല്ലാരോടും കൂടിയാ പറഞ്ഞ അടുത്ത ക്ലാസ്സിൽ 2 പാഠമുള്ള ഒരു എക്സാം ഉണ്ട്, സ്വർണ്ണപക്ഷിയും കളിക്കുട്ടി. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.